നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ഞാൻ ഓയിലിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ്, ഓയിലിൻ്റെ വർക്കെന്ന് പറഞ്ഞാൽ ഇന്നത്തേനുള്ള കൊറിയറെല്ലാം അഡ്രസ്സെല്ലാം എഴുതി ഓയിലെല്ലാം ബോക്സിനകത്ത് വെച്ച് എല്ലാം തയ്യാറായി. ആ ചെക്കൻ വന്നു, അത് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനി ഞാൻ കുളിച്ചത്. അപ്പം കുളിച്ച് കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് വിടർത്തുന്ന പാകമാണ് കേട്ടോ. എന്ന് ഞാൻ കുളി കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് അധികം മുടിയൊന്നും ഇല്ല എങ്കിലും അതെല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് ഒരുപാട് മുടി ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു ശീലം എപ്പോഴും കേട്ടോ. പിന്നെ ഞാനിപ്പം ഈ ഫാൻ ഇട്ടേക്കുന്ന ഭയങ്കര ചൂട്. നമുക്കിന്ന് ശകലം കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഈ ചുരിദാർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് ഞാൻ അന്നിട്ട് ചുരിദാറല്ല. ഇത് ഈ കഴിഞ്ഞ ദിവസം 220 രൂപയ്ക്ക് ഇവിടുന്ന് മീഷോയിൽ കിട്ടിയതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നു കൂട്ടുകാരെ, എൻ്റെ പൊന്നു മക്കളെ എന്നെ കൊണ്ട് പറ്റിയില്ല അതൊന്ന് നോക്കി എടുത്ത് ഒന്ന് നിങ്ങൾക്ക് ഇട്ട് തരാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മീഷോയിൽ ഇപ്പോൾ ഒരുപാട് ഓഫർ നടക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളാണേലും നമ്മുടെ ഇതുപോലെ ടോപ്പും 3 പീസ് സെറ്റും ഉണ്ട്, അല്ലാതെ 2 പീസ് സെറ്റ് ഉണ്ട്. അതായത് ഇത് ടോപ്പും ബോട്ടവും കൂടെ ഉണ്ട്. എനിക്കിത് കുറേ വലുതാകട്ടോ, എനിക്കിതെല്ലാം ഒന്ന് സെറ്റാക്കണം. ഞാൻ എന്താണെന്നറിയാമോ, എനിക്ക് XXL മതി. പക്ഷേ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു പറ്റി. എന്താണെന്നറിയുമോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ഈ ഒരു കഴിഞ്ഞ ഏപ്രിലാണ് വാങ്ങിച്ചത്. കഴിഞ്ഞ ഏപ്രിലിൽ ഇതുപോലെ തന്നെ ടോപ്പും ബോട്ടം കൂടെ വാങ്ങിച്ചു. പക്ഷേ എനിക്ക് കുറച്ച് ടൈറ്റായിരുന്നു, നല്ല ടൈറ്റായിരുന്നു കേട്ടോ. എനിക്ക് ഈ വയറിൻ്റെ ഇവിടെ കൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര ടൈറ്റായിരുന്നു. പക്ഷേ ഞാൻ അത് ഒരു ദിവസം ഇട്ട് വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞ് ശുഭേ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പക്ഷേ അത് കുറച്ച് വൃത്തിയുണ്ടായിരുന്നു. ഇതിൻ്റെ കൈയൊക്കെ പോയേക്കുന്ന കണ്ടോ, ഇത് കണ്ടോ, ഇതിലെയാണ് കൈയൊക്കെ പോയിരിക്കുന്നത്. എനിക്ക് കൈ ശരിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ച് വെട്ടി അതൊക്കെ കറക്റ്റ് ആക്കണം. ഇപ്പം അന്ന് എനിക്ക് XXL എടുത്തപ്പോഴേക്കും അത് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ അത് പിന്നെ ഞാൻ മൂക്ക് കൊടുത്ത് മോള് വീട്ടിലിട്ട് അത് കളഞ്ഞു. അപ്പോൾ ഇത്ര രൂപയല്ലേ ഉള്ളൂ, 220 250 ഫുൾ ഒട്ടുമില്ല കേട്ടോ. പക്ഷെ നല്ല തുണി ഇതുവരെ അതൊന്ന് ഒന്നും ചെയ്തില്ല കേട്ടോ, 1 വർഷമായില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ഓർഡർ ചെയ്തത്. ഇത് പക്ഷേ ഞാൻ XXL ഓർഡർ ചെയ്തത് കൊണ്ടോ അപ്പോഴത്തേനും നമുക്ക് കുറച്ച് കൈക്കുഴിയൊക്കെ കുഴിച്ച് വെട്ടാനുണ്ട്. എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് ഇട്ട് നോക്കിയതാണ്. ഞാൻ അന്ന് വാങ്ങിച്ചതിന് ശേഷം ഇന്നാവുന്നത് വെറുതെ ഒന്ന് ഇട്ട് നോക്കിയത് കേട്ടോ. പക്ഷെ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ആൾക്കാരന്ന് പറയുകയും ചെയ്തു, അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പ് എടുത്തത്. പിന്നെ ഈ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അന്ന് ഇതുപോലെ ഒരുപാട് പേര് വാട്സപ്പിൽ വന്നായിരുന്നു കേട്ടോ, ചേച്ചി ഇതിൻ്റെ ലിങ്ക് ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരോടൊക്കെ ഞാൻ മീഷോയിൽ പോയിട്ട് കുർത്തി ഹോളെന്നോ അങ്ങനെങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ, അടിച്ചൊന്ന് കൊടുത്താൽ മീഷോയിൽ ഒരുപാട് ഓഫർ അതെല്ലാം വരും. അപ്പോൾ അതിനകത്ത് നിന്ന് ഇഷ്ടമുള്ള അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പം 500 രൂപയിൽ കൂടുതൽ വേണോ, 500 രൂപയിൽ താഴെ മതി എന്നൊക്കെ ഒന്ന് നമ്മൾ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള കാണാം കേട്ടോ. അപ്പം നമുക്ക് അതനുസരിച്ചുള്ള ഓർഡർ കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം, നമുക്ക് 2XL മതിയെങ്കിൽ കഴിവതും വയറൊന്നും ഇല്ലാത്തവരാണെങ്കിൽ 2XL തന്നെ വാങ്ങിക്കുക. അഥവാ വീട്ടിൽ മെഷീനൊക്കെ ഉണ്ട്, തയ്ക്കാനൊക്കെ അറിയാം, അങ്ങനെയുള്ളവരാണെങ്കിൽ XXL വാങ്ങിക്കുക. അപ്പോൾ ഇതെനിക്ക് നല്ല ലൂസാണ്. എനിക്ക് ഫുള്ളൊന്ന് നന്നായിട്ട് ഇവിടെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒതുക്കണം. പിന്നെ എനിക്ക് കൈക്കുഴി പ്രധാനമായിട്ട് ഒന്ന് കുഴിച്ച് വെട്ടണം, എങ്കിലേ ഷോൾഡറിന് ഇവിടെ കൊണ്ടൊരു വൃത്തിയാവത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ തന്നെ വന്നിട്ട് എനിക്ക് ഇത്രയും മതി, എന്നിട്ട് ഇങ്ങനെ കുഴിച്ച് വെട്ടണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ രണ്ടാമത് വേറൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ ഇന്നലെ ചാലൂരിനെ പോയ അപ്പോൾ നമ്മുടെ കോട്ടയത്തുള്ള സ്ഥലമാട്ടോ, കോട്ടയംകാരോടാണ് പറയുന്നത്. നമ്മളൊരു കണ്ണൂർ കോക്ടെയിൽ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് വാട്സപ്പിൽ നിന്ന് ഒത്തിരി പേര് ചോദിക്കുന്നു, ചോദിച്ചു അതിൻ്റെ കടയുടെ പേരെന്താണെന്ന് പറയാമോ. പിന്നെ നമ്മുടെ വീഡിയോയുടെ അടിയിലും വന്ന് ചോദിച്ചിട്ടുണ്ട്. കടയുടെ പേര് ഞാൻ നോക്കിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. നമ്മൾ
നമ്മൾ ആ ഒരു പേര് ഞാൻ ആദ്യം കാണുക കേട്ടോ. ഞാനെങ്കിൽ ഈ യൂട്യൂബിൽ പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കണ്ണൂർ കോക്ടെയിൽ പറഞ്ഞ ജ്യൂസിൻ്റെ കാര്യം. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നല്ല ടേസ്റ്റാണ്, കണ്ണൂർ പോയപ്പം കണ്ണൂരിൽ നിന്നായി കഴിഞ്ഞ ദിവസം വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇഷ്ടംപോലെ കുടിച്ചു. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് അങ്ങനെ മേടിച്ച് തരണം, അല്ല ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പറഞ്ഞപ്പോഴാണ് ഇത് നമ്മൾ ആ കടയുടെ വാർക്ക് കൊണ്ട് വണ്ടി നിർത്തി മോള് വരാൻ വേണ്ടി 3:30 ആയപ്പോൾ ഇന്നലെ ഇന്നലെ ഇപ്പം 2 മണി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇത് കുടിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഓർമ്മയില്ല. എൻ്റെ അമ്മോ എന്നോ നല്ല ടേസ്റ്റാണെന്നറിയുമോ. നമ്മൾ ക്യാരറ്റ് ജ്യൂസ് കുടിച്ചാൽ ഒരു മക്ക് ടേസ്റ്റ് വരത്തില്ല. അത് നിങ്ങൾക്കൊക്കെ വരാറുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുവേ. അപ്പോൾ ഞാൻ ഈ ഫാൻ നിർത്താവേ. എനിക്ക് അവരോട് ആദ്യം ഞാൻ ചോദിച്ചു, ചേച്ചി ഇതിനകത്തെ ഇൻഗ്രീഡിയൻ്റൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ കേൾക്കാത്ത ഭാഗത്തിൽ അങ്ങ് പോയേ. അപ്പോൾ മക്കളൊക്കെ ഇരുന്ന് ചിരിക്കുന്ന ഇന്നലത്തെ വീഡിയോയിലുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വാശിയായി ഇവരോട് ഇതൊന്ന് ചോദിച്ചറിയണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഒന്ന് പറഞ്ഞതാ ചേച്ചി, ഇതിനകത്ത് എന്താ അടങ്ങിയേക്കുന്നത്, ഒന്ന് പറഞ്ഞതാ ചേച്ചി എന്ന് പറഞ്ഞപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തോ ഒരു സംശയം, ഇത് യൂട്യൂബിലോട്ട് പറഞ്ഞു കൊടുക്കാനാണോ എന്നോ, അത് എന്താ അവരോട് ചോദിച്ചു, എന്താ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കടയിലെ ഒരു പരസ്യം കൊടുക്കാനായിട്ടാണ്. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞേ, നിങ്ങൾ ഇതിനകത്ത് അടങ്ങിയേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനലിൽ കൊടുക്കാം. പക്ഷെ അവർക്കൊന്നും മനസ്സിലായില്ല. ഒരു ഇതാന്ന് തോന്നുന്നു, നല്ലൊരു ഇതെല്ലാം തോന്നുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരോടൊന്ന് ചോദിച്ചറിയാം. ഇവർ തന്നെയാണ് അകത്ത് പോയി, അല്ലാതെ വേറെ ആരും അകത്ത്. ഇപ്പം സാധാരണ ഒരു ജ്യൂസ് കടയിൽ കയറിയാൽ അകത്ത് വേറെ ആൾക്കാർ കാണും, വെളിയിൽ നിൽക്കുന്ന ആൾ പറയത്തല്ലേ ഉള്ളൂ ഇന്ന ഗ്രേപ്പ് ജ്യൂസ് അല്ലെ മുസംബി ജ്യൂസ് അങ്ങനെ പറയത്തല്ലേ ഉള്ളൂ. ഇത് ഇവർ തന്നെയാണ് അകത്ത് പോയി തയ്യാറാക്കി നമുക്ക് കൊണ്ട് തന്നത്. വലിയ കടയൊന്നും അല്ല കേട്ടോ, ആ ചാലൂന്നെ തന്നെ ഇരിക്കുന്ന കടയാണ് കേട്ടോ. അപ്പം ഇവർ വന്നു കഴിഞ്ഞ് ഞാനിങ്ങനെ ചോദിച്ചപ്പോഴത്തേനും ഇവർക്കത് പറയാനൊരു മടി. പിന്നെ മക്കളൊക്കെ കളിയാക്കി ഹസ്ബൻഡും കൂടെ. അപ്പോൾ ഞാൻ ഓർത്തു ഇത് ചോദിച്ചറിഞ്ഞിട്ടേ ഉള്ളെന്ന് ഓർത്ത് ഞാൻ പിന്നെ ചേച്ചി ഒന്ന് ചേച്ചി ഇതിനകത്ത് എന്തൊക്കെയാണ് ചേച്ചി, ക്യാരറ്റ് മാത്രമേ ഉള്ളെന്ന് അവർ പറഞ്ഞത്. ക്യാരറ്റും പിന്നെ നട്ട്സൊക്കെ നമുക്ക് കാണാമല്ലോ, നട്ട്സൊക്കെ ഇട്ടേക്കുന്നത്. പിന്നെ ഞാൻ ചോദിച്ചു ക്യാരറ്റ് മാത്രം ഇങ്ങനെ വന്നാൽ ഈ ഒരു ടേസ്റ്റ് വരത്തില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു വാനില ഐസ്ക്രീം കൂടെ ഇട്ടു എന്ന് മാത്രം പറഞ്ഞ് അവരവിടെ അങ്ങ് നിർത്തിയേ. പെട്ടെന്ന് അവർക്കൊരു സൂഹിക്കാത്ത രീതിയിൽ അതിനെ തന്നെ ഇവരെല്ലാം കളിയാക്കിയ കേട്ടോ. പക്ഷേ നമ്മൾ ഇന്നലെ രാത്രി വന്നതിന് ശേഷം നമ്മൾ അതിലേതിലൊക്കെ നടന്നിട്ട് ഇവിടെ സന്ധ്യ ആയി വന്നപ്പം കേട്ടോ, അപ്പോൾ നമ്മൾ കണ്ണൂരുള്ള ആളോട് തന്നെ ചോദിച്ച് ഇതിൻ്റെ സീക്രട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാവരോടും ഞാൻ പറഞ്ഞു തരണമെന്ന് കരുതി കേട്ടോ. എന്തെന്നറിയുമോ, ക്യാരറ്റ് നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് കുഞ്ഞാക്കണ്ട, ഒരുമാതിരി ഒരു ക്യാരറ്റിനെ ഒരു 4 ഭാഗമാക്കിയിട്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. നമുക്ക് എന്തോരം ജ്യൂസ് വേണോ അതനുസരിച്ച് 2, 3, 4 എടുക്കാം. എന്നിട്ട് നന്നായിട്ട് വേവിക്കണം. അത് വെള്ളത്തിലിട്ട് നമ്മൾ ഇങ്ങനെ കുക്കറിനകത്തിട്ടോ ആവി കയറ്റി ഒന്നുമല്ല വേവിക്കേണ്ടേ. അത് വെള്ളത്തിനകത്ത് ഊറ്റിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചിട്ട് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ അത് വെന്തെന്ന് മനസ്സിലാവുമല്ലോ. ആ ഒരു ടൈമിൽ എടുത്ത് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക്, അപ്പം നിങ്ങളുടെ കയ്യിൽ ജ്യൂസർ ഉണ്ടെങ്കിൽ ജ്യൂസറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക, മിക്സിയുടെ ജാറാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് വേറൊരു സാധനമാണ് പപ്പായ. അതാണ് കുടിച്ചപ്പം പോലും ഇതിന് ക്യാരറ്റ് മാത്രമല്ല പപ്പായയുടെ ആണോ എന്തിൻ്റെയാണോ ടേസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഒരിക്കലും മനസ്സിലാകത്തില്ല കേട്ടോ. കണ്ണൂരുകാരെന്നോട് ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾക്കൊക്കെ എപ്പോഴും കുടിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് എങ്കിലും എനിക്ക് കൊതി വരുന്നത്. കണ്ണൂരൊക്കെ എങ്ങനെയാണെന്നറിയുമോ, ഇങ്ങനെ എഴുതി അവിടെയും കണ്ണൂർ കോക്ടെയിൽ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കടകളിലെല്ലാം ഭയങ്കരമായിട്ടും ഈ ഒരു ജ്യൂസ് വിറ്റഴിയുന്നുണ്ട് കേട്ടോ. അവിടുത്തെ ഒരു പ്രധാന ഒരു ജ്യൂസാണ് ഇത്. അപ്പോൾ അവിടെ ഇങ്ങനെ വലിയ ഗ്ലാസ്സിനകത്ത് അവർ സ്പൂണൊക്കെ ഇട്ട് ഇങ്ങനെ ഭയങ്കര തിരക്ക് ക്യൂ നിന്നാണ് എല്ലാവരും ഇത് വാങ്ങിക്കുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ ആ കൃത്യസമയത്ത് അവിടെ ചെന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ ഞാൻ ടൗണിലൊന്നും ഒരു കടയിലും കണ്ടിട്ടില്ല, നമ്മുടെ തിരുവാതിക്കലൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞേനെ. വല്ലൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല, ഇവിടെ മാത്രം ഇത് കണ്ടേക്കുന്നത്. എന്നിട്ട് പപ്പായ എടുക്കണം. പഴുത്ത പപ്പായ ഒരു അരമുറിയോ ഒരെണ്ണമോ ഒക്കെ ഈ ക്യാരറ്റിൻ്റെ അനുസരിച്ച്, അതായത് 2 സമം വേണം. അങ്ങനെ ഈ വെന്ത് തണുത്തിരിക്കുന്ന ഈ ഇതിനകത്തേക്ക്, ഈ ക്യാരറ്റിനകത്തേക്ക് ഈ പപ്പായയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് പഞ്ചസാര വേണമെങ്കിൽ
മധുരം വേണമെങ്കിൽ, അതായത് നമ്മൾ നട്ട്സും അതും ഇതുമൊക്കെ ഫ്രൂട്ടി എന്ന് പറയുന്ന സാധനമൊക്കെ ഇല്ല, അതൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാതള നാരങ്ങയുടെ ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, പിന്നെന്താ, പിന്നെ കിസ്മിസ് ഇട്ട് കൊടുക്കാം, പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ്, നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനും കൂടെ കിട്ടുമ്പം പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് ആകുന്നത് കേട്ടോ. അപ്പോൾ ഇത് പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ ഈ പറയുന്ന പോലെ ഇത് ശരിക്കും പറയുവാണെങ്കിൽ ഈ ക്യാരറ്റും പപ്പായയും പഞ്ചസാര ആവശ്യത്തിന് ഇത് മൂന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടാണ് ലാസ്റ്റാണ് ഈ നട്ട്സ് എല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ വാനിലയുടെയോ വല്ലതും കുറച്ചുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്ക് സ്പൂണിട്ട്, കണ്ണൂരുകാർ പറഞ്ഞു തന്നതാണ് കേട്ടോ, നല്ലപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചോ ഐസ് ക്യൂബ് ഇട്ടോ. എന്തോരു ടേസ്റ്റാണെന്നറിയോ. ഞാനിപ്പം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വാട്സപ്പിൽ കുറേ ആൾ വന്ന് കേട്ടോ, ഇതുപോലെ വാട്സപ്പിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഈ കട എവിടെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇത് എത്ര രൂപയാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതിന് 80 60 ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ. 60 80 അതിൽ കൂടുതലൊട്ടുമില്ല കേട്ടോ, 100 ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഇന്ന് തന്നെ തയ്യാറാക്കണം എന്നൊക്കെ കരുതിയായിരുന്നു, പക്ഷേ പപ്പായ എനിക്കില്ല. ഇപ്പം ഉച്ചയ്ക്ക് പോയി വാങ്ങിക്കാനും എനിക്കൊരു മടി ഈ വെയിലത്ത്. പിന്നെ തന്നെയല്ല ഓയിലിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ സമയം ഇത്രയൊക്കെ ആയി. ഇപ്പോൾ പിന്നെ ഇന്ന് ഉണ്ടാക്കണ്ടെന്ന് കരുതി. തന്നെയല്ല ഇന്നലെ എല്ലാവരുടെയും കുറേശ്ശെ, ഞാൻ എൻ്റെ ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരുടെയും കുറേശ്ശേയും കൂടെ ഞാൻ കുടിച്ചു കേട്ടോ. അതുകൊണ്ട് നല്ല മധുരം ഉള്ളിൽ ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് വേണ്ട, നിങ്ങളുടെ അടുത്തത് കറക്റ്റായിട്ട് പറഞ്ഞു തരാമെന്ന് കരുതി കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഓർത്ത് അങ്ങ് പറഞ്ഞത് കേട്ടോ. ഇതാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് ക്യാരറ്റും പപ്പായയും കൂടി ഇട്ടത് കൊണ്ടാണ് അത്രയും ഒരു ടേസ്റ്റ് വരുന്നത്. ക്യാരറ്റ് തന്നെ എങ്ങനെയായാലും പുഴുങ്ങി നമ്മൾ അടിച്ച് കഴിയുമ്പോൾ അത്രയും ഒരു ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും മുന്നോട്ട് നിൽക്കണം. ഇത് ക്യാരറ്റിൻ്റെ ടേസ്റ്റേ വരുന്നില്ല കേട്ടോ. നല്ല പഴുത്ത മാങ്ങാപ്പഴം കുഴുന്ന് നമ്മൾ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ആ ഒരു നിറവും ആ ഒരു കുഴെന്നുള്ള ഒരു കൺസിസ്റ്റൻസി എനിക്ക് തോന്നിയത് കേട്ടോ. പക്ഷേ മാങ്ങ ശകലം പോലും ഇല്ലെന്നുള്ള കാര്യം നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാകും. പഴുത്ത പപ്പായയും ക്യാരറ്റ് ഇതുപോലെ പുഴുങ്ങി കണ്ണൂരുള്ള ആളോട് തന്നെ ചോദിച്ച് ഞാൻ അറിഞ്ഞതാണ് കേട്ടോ. എന്തായാലും അവർ ക്യാരറ്റ് എന്ന് മാത്രമാണ് പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സീക്രട്ട് ഒന്ന് അറിയണമല്ലോ എന്ന് ഞാനും കരുതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ കേട്ടോ, എൻ്റെ ഒരു ഇഷ്ടമല്ലല്ലോ നിങ്ങളുടെ ഇഷ്ടം എങ്കിലും കുറേ ആൾക്കാർ ചേച്ചി ഇത് കട ഏതാണെന്നൊക്കെ ചോദിച്ചു എനിക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തന്നെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ എത്രയായി? ഇല്ല, അതേ ആയില്ല, 2 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പോൾ അതാണ് കുറച്ച് കൊച്ചു വർത്താനങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാമെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നത്തെ വീഡിയോ ഞാൻ കുറേ ദിവസമായി നമുക്ക് തക്കാളി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫേസിൽ എപ്പോഴും നമ്മൾ എന്തൊക്കെ മുഖത്തിട്ടാലും നമ്മുടെ ഓയിലൊക്കെ മുഖത്തിട്ട് ഞാൻ ഇന്ന് രാവിലെ ഓയിൽ തേച്ച് കേട്ടോ. എന്നിട്ട് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഈ ഓയിലിൻ്റെ വർക്കും കാര്യങ്ങളും കൊറിയർ ഓഫീസിൽ വിടുന്നിടം വരെ അതെൻ്റെ മുഖത്തിരുന്ന് കേട്ടോ. അപ്പം എന്തൊക്കെയായാലും നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാനേ പറ്റത്തില്ല. കാരണം തക്കാളിയുടെ ഗുണങ്ങൾ നമ്മൾ അലോവേര തക്കാളി ഇത് രണ്ടും നമ്മുടെ ഫേസിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്തായാലും ഞാൻ ഇടും കേട്ടോ. എനിക്ക് ഒരു ഭയങ്കര ഒരു എന്താ പറയുന്നത് നല്ല ഒരു എന്താ അതിന് പറയുന്നത് നല്ലൊരു അനുഭവമാകട്ടോ എനിക്ക് ഈ തക്കാളി നമ്മുടെ ഫേസിലിടുക. നല്ലൊരു ഗ്ലോ വരാനും നല്ലൊരു കളർ തോന്നിക്കാനും കൂടുതലൊരു കളർ തോന്നിക്കാനും ഒക്കെ എനിക്ക് തക്കാളി ആഴ്ചയിലൊന്നെങ്കിലും ഞാൻ എൻ്റെ ഫേസിലിടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു നിങ്ങളെയും കൂടി അങ്ങ് കാണിച്ചു തരാമെന്ന്. ഇപ്പം എൻ്റെ മുഖത്ത് ഇടുന്നതും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയാറുണ്ടല്ലോ. ഒരു കാര്യവും ഞാൻ മറിച്ച് വെച്ചുകൊണ്ട് ഒന്നും ഞാൻ സംസാരിക്കാറില്ല. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു കാര്യമാണല്ലോ തക്കാളി. നമ്മൾ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ആദ്യം തന്നെ തക്കാളി വാങ്ങിക്കുമല്ലോ. എന്തായാലും ഒരു തക്കാളി കറി വയ്ക്കാം, സാമ്പാറിനകത്തിടാം, പിന്നെ
മീനകത്തൊക്കെ ഇടുന്നവരൊക്കെ കാണുമല്ലേ, തേങ്ങ അരച്ചൊക്കെ വെക്കുമ്പോൾ. അങ്ങനെ എല്ലാത്തിനും അടുക്കളയിലേക്കും വേണ്ട ഒരു ആവശ്യമാണ് തക്കാളി. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലൊരു പ്രധാനപ്പെട്ട വൈറ്റമിൻസ്, ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. തക്കാളി മാത്രം മതി നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോ ആക്കാനും നല്ല കളർ വരാനും. എന്താ ഞാൻ കത്തിയൊന്നും എടുത്തില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് എടുക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇങ്ങനെ ചാറ് ഇങ്ങനെ വന്ന് ഞാനൊരു ടക്കി എടുത്തിട്ടെ. നന്നായിട്ടിങ്ങനെ കത്തി ഉണ്ടെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട്, എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ മുൻപും വീഡിയോ ഇട്ടിട്ടുള്ളതാണ്, നല്ലപോലെ തക്കാളി കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്കിന്നിനെ കുറച്ച് ലൂസാക്കാതെ, കുറച്ച് എന്താ പറയുന്നത്, പ്രായം നമുക്ക് ചെല്ലും തോറും നമ്മുടെ സ്കിന്നിങ്ങനെ തൂങ്ങി സാഗിങ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നിൽ കൊളാജൻ പ്രവർത്തനമൊക്കെ നമുക്ക് നിൽക്കുമ്പോഴാണ് നമുക്ക് സ്കിന്നിന് കൂടുതൽ പ്രായം ചെല്ലുന്നതും. നമുക്ക് നമ്മുടെ ഫേസിലാണ് ഫസ്റ്റ് നമുക്ക് പ്രായം ഏറുന്തോറും നമുക്കറിയാൻ പറ്റും, നമ്മുടെ കഴുത്തേലും നമ്മുടെ സ്കിന്നേലുമാണ്. അപ്പോൾ അതിന് നമ്മൾ ഇടവരുത്താതെ നമുക്ക് നന്നായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസിലിടുന്ന ഞാൻ കാണിക്കുന്നത് ഫുള്ളും നല്ല ടിപ്സുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ സ്കിന്നിന് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ കാണിക്കുന്നില്ല, ഉണ്ടോ? പിന്നെ നമ്മുടെ ഓയിൽ എത്രത്തോളം നല്ലതാണെന്നും സ്കിന്നിന് എത്രത്തോളം കളർ വരാൻ നല്ലതാണെന്നും എൻ്റെ ഓയിൽ ഉപയോഗിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ട്. വീണ്ടും ഓർഡർ ചെയ്യുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുമ്പോൾ മനസ്സിലാകും. പിന്നെ നിങ്ങൾ ഒരുപാട് ഈ കമൻ്റ് ഒന്നും കണ്ടില്ലെങ്കിലും നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട. ഓയിൽ വാങ്ങിക്കാത്തവർ എന്നാന്ന് വെച്ചാൽ, എനിക്ക് ആവശ്യം പോലെ കമൻറ്റ് വന്നുകൊണ്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇന്ന് ഞാൻ 2-3 പേരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഓയിലിൻ്റെ ഗുണങ്ങൾ എനിക്കറിയാം, നിങ്ങൾ യൂട്യൂബിൻ്റെ അടി വന്നാണ് കമൻറ്റ് ഇടേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടാൻ ചേച്ചി എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ നോക്കിയില്ല ഇട്ടിട്ടുണ്ടോ എന്ന് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അതനുസരിച്ച് ചെയ്യട്ടെ. പക്ഷേ എൻ്റെ ഓയിൽ 100% നല്ല സൂപ്പർ കളർ വരും മുഖത്ത്. അത് എനിക്കിത്രയൊന്നും കളറില്ലായിരുന്നു. കുഞ്ഞിലെ നല്ല കളറുണ്ടായിരുന്നു, കൊച്ചിലെ നല്ല കളറുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വെയിൽ കൊണ്ടും, നമ്മൾ പാർലറൊക്കെ വെളിയിലായിരുന്ന ഒരു ടൈമിൽ വെയിൽ കൊണ്ട് നമ്മൾ രാവിലെ ഒരു 9:30 ആകുമ്പോൾ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വെയിലത്തൂടെ ഓടും. അതായത് ഓട്ടോ പിടിക്കാനുള്ള ദൂരവും കാണത്തില്ല. എന്നാൽ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ കുട പിടിച്ചാലും സൺസ്ക്രീൻ ലോഷനൊക്കെ ഇട്ടാലും നമുക്ക് വെയിലിൻ്റെ ഒരു നല്ല ഭാഗം ടാൻ അടിക്കും. അപ്പോൾ എനിക്ക് ഈ ഓയിൽ തേച്ച് മാത്രമാണ് ഇപ്പോൾ ഇത്രയും കളർ വരുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷുവേ നിനക്കിപ്പോൾ എന്നാ കളർ അടി അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട്. ഞാൻ മാത്രം ഗ്യാരണ്ടി നിങ്ങൾക്ക് തന്നെയല്ല, നമുക്കത് അറിയാൻ പറ്റും, ശരിക്കും നമുക്കറിയാൻ പറ്റും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഡെഡ് സെൽസിൽ നിന്നും പിന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റും കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ സ്കിന്നിൽ പായ്ക്കുകളും ഇങ്ങനെ ചെറിയൊരു മസാജും ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ എന്ത് നമ്മുടെ ഫേസിലിട്ടാലും ഞാനത് ചുണ്ടയിലും കൂടെ ഇടാറുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുമല്ലോ, ഏത് ലിപ്സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് ചേച്ചി, ഏതല്ല ഇത്രയും ലൈറ്റായ ലിപ്സ്റ്റിക്ക് ഏതാണ് എന്നൊക്കെ ചോദിക്കുമല്ലോ. ഒരു ലിപ്സ്റ്റിക്കും ഇല്ല. ഇങ്ങനെ മുഖത്ത് എന്ത് യൂസ് ചെയ്താലും, പിന്നെ പ്രധാനമായിട്ടും എൻ്റെ ഓയിൽ അത് ഞാൻ എൻ്റെ ചുണ്ടയിലും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. അല്ലാതെ ഒരു ലിപ്സ്റ്റിക്കും ഞാൻ ഇടാറില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പം നമ്മൾ ഒരു 10 മിനിറ്റ് നേരം ഈ തക്കാളിയുടെ ഫുൾ പൾപ്പും നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകുന്ന പോലെ നമ്മൾ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യുക. ഇത് കണ്ടോ, നല്ലപോലെ മസാജ് ചെയ്യുക. എല്ലാ സ്ഥലങ്ങളിലും ചുണ്ടിന് ചുറ്റും, മൂക്കിൻ്റെ സൈഡിൽ, മൂക്കിൻ്റെ പാലത്തേൽ, നെറ്റിയിൽ വരകളൊക്കെ വീഴുന്നതിനും ഒരുപാട് വൈറ്റമിൻസിൻ്റെ കലവറയാകട്ടോ ഈ ഒരു സാധനം. അപ്പോൾ തക്കാളി നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്ത് നമുക്ക് സമയം കിട്ടിയില്ലെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഇട്ട് കൊടുക്കണം. ഇത് കണ്ടോ. പിന്നെ നിങ്ങൾ ചിലപ്പോൾ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ചേച്ചി ഇടുന്ന ടൈമിൽ ഇപ്പം ഏത് പായ്ക്കിട്ടാലും ഏത് ഫേഷ്യൽ വീട്ടിലിരുന്ന് മസാജൊക്കെ ചെയ്താലും ചെയ്യുന്ന ആ ഒരു ദിവസം അല്ലെ 2 ദിവസം നല്ല ഗ്ലോ ആയിട്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ആ ഗ്ലോ എല്ലാം പോകുന്നു എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ സ്കിന്നിൽ അതിൻ്റെ കളർ വന്നു, ഗ്ലോ വന്നു, നമ്മൾ വേണം അതിനെ അവിടെ ഇതാക്കി വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കണം. പിന്നെ ഇന്നിട്ടിട്ട് പിന്നെ ഇടുകയില്ല. അങ്ങനെ ആയാൽ പറ്റത്തില്ല. നമ്മൾ ഏത് കാര്യവും നമ്മളെ സമയം ഉണ്ടാക്കി
നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്കെപ്പോഴും നല്ല കളറും ഗ്ലോയും ഒക്കെ ആയിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിട്ട് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഫുള്ള് ഇതിൻ്റെ ഇത് മാത്രമായി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് നമ്മുടെ മുഖത്തേക്ക് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാച്ചുറൽ മോയ്സ്ചറൈസർ ഏതാണെന്ന് കാണിച്ചു തരാം. നമുക്കൊരു 10 മിനിറ്റ് നമ്മുടെ സ്കിന്നിലേക്ക് ഇതൊന്ന് വലിയട്ടെ കേട്ടോ. ഒരു 20 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്കിന്നിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ മോയ്സ്ചറൈസറിൻ്റെ പ്രാധാന്യം. നമുക്ക് എപ്പോഴും സ്കിന്നിൽ പ്രത്യേകിച്ചൊരു 40+ നമുക്ക് രാത്രി കിടക്കാൻ നേരം കുറച്ച് മോയ്സ്ചറൈസർ കയ്യിലും കാലയിലും കഴുത്തേലും നമ്മുടെ ഫേസിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ കുളി കഴിയുമ്പോൾ ആ നനവോട് കൂടി തന്നെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. നമ്മുടെ ഈ ഒരു സാധനം, ഈ അലോവേര എപ്പോഴും കയ്യിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസർ കേട്ടോ. പിന്നെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ, അത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന്. ഇപ്പം ഗ്ലിസറിന് 1 സ്പൂൺ എടുക്കുവാണെങ്കിൽ റോസ് വാട്ടർ 2 സ്പൂൺ അങ്ങനെ, അല്ലെങ്കിൽ ഗ്ലിസറിന് നന്നായിട്ട് 1 അടപ്പ് ആണെങ്കിൽ 4 അടപ്പ് റോസ് വാട്ടർ അങ്ങനെ എടുക്കാം നമുക്ക് കേട്ടോ. ഗ്ലിസറിൻ കുറവും റോസ് വാട്ടർ എപ്പോഴും കൂടുതലായിരിക്കണം. പിന്നെ ഗ്ലിസറിൻ വാങ്ങിക്കുമ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിൻ എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പുരട്ടാനുള്ള ഗ്ലിസറിന് ചോദിച്ച് വാങ്ങിക്കണം. പിന്നെ ഈ അലോവേര ഇടുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പീലിയിലും കണ്ണടച്ചിട്ട് കണ്ണിൻ്റെ പുറത്തൂടെ ഒക്കെ ഒന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഐലാഷസ് ഒക്കെ നല്ലപോലെ ഒന്ന് വളരാനും അതിന് നല്ല കറുപ്പ്, ഐലാഷസിന് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ നമുക്ക് ഈ അലോവേര സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിലിടുമ്പോൾ നമ്മുടെ കൺപീലിയയിലും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക, പുരികത്തേലും ഒക്കെ ഇങ്ങനെ ഒന്ന് തലോടി വിടാം കേട്ടോ. അപ്പോൾ എല്ലാത്തിനും നല്ലൊരു സാധനമാണ് നമ്മുടെ അലോവേര. അപ്പോൾ നമ്മൾ ഇന്നിട്ട റെമഡി, നമ്മൾ ഇന്ന് നമ്മുടെ ഫേസിൽ കാണിച്ച 2 സാധനങ്ങളും ഒന്നിനൊന്നിനൊന്നും മെച്ചമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദ്യമേ ടൊമാറ്റോ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് അതിനെ 2ആയിട്ട് മുറിച്ച് നമ്മുടെ സ്കിന്നിലെല്ലാം ഒന്ന് മസാജ് ചെയ്യുക. രണ്ടാമത് നല്ലൊരു മോയ്സ്ചറൈസർ കൊടുക്കാനും നല്ല എന്താ പറയുന്നത്, ഒരു പായ്ക്കിന് പകരമായിട്ട് നമ്മൾ ഫ്രഷ് അലോവേര കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇടുക, അല്ലെങ്കിൽ ജെല്ലൊന്നും വേണ്ട കേട്ടോ. അല്ലെ ഈ കുഞ്ഞു പിള്ളേർക്ക് യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അലോവേര ഉണ്ട് കേട്ടോ. അതങ്ങനെ പോയി വാങ്ങിക്കുവാണെങ്കിൽ ആ അലോവേര ജെല്ലെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഇവിടെ കാറ്റ് തുടങ്ങി കേട്ടോ, മഴയ്ക്കായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കില്ലേ. എല്ലാവരും വാട്സപ്പിൽ വന്ന് കമൻ്റ് ഇടാതെ യൂട്യൂബിൻ്റെ അടിയിൽ തന്നെ കമൻ്റ് ഇടണം. പിന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരും. പിന്നെ ഒരു കാര്യം, എനിക്ക് വാട്സപ്പിലും യൂട്യൂബിൻ്റെ അടിയിലും ഒക്കെ എന്നോട് ശുഭ എന്താണ് ലൈവ് വരാത്തേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കിന്ന് 7:30 ആകുമ്പോൾ ലൈവ് ഉണ്ടായിരിക്കും. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈവ് വരണം കേട്ടോ. അപ്പോൾ ബൈ.